ടിയ അവളുടെ മാതാപിതാക്കളോടൊപ്പം ഒരു പുതിയ വീട്ടിലേക്ക് താമസം മാറി. അത് പഴയൊരു വീടായിരുന്നു. അതുണ്ടാക്കിയിരുന്നത് തടി കൊണ്ടായിരുന്നു. എന്നാൽ ഇവിടെ ഏറ്റവും വിചിത്രമായിരുന്നത് അവളുടെ കിടപ്പുമുറിയിലെ ഒരു കണ്ണാടിയായിരുന്നു. ഉയരമുള്ളത്, പൊടി പിടിച്ചത്, ഒന്നും കൃത്യമായി കാണാൻ സാധിക്കാത്തത്. അതിലേക്ക് നോക്കുമ്പോൾ എല്ലാം വ്യത്യസ്തമായി കാണുമായിരുന്നു. അവിടെ സംഭവിക്കാത്തതായിരുന്നു അതിൽ കണ്ടുകൊണ്ടിരുന്നത്. ഒരു രാത്രി, നല്ല മഴയുള്ള സമയം, അവൾ ആ കണ്ണാടിയിൽ ഒരു നിഴൽ കണ്ടു. അവൾ അതിലേക്ക് നോക്കി. അപ്പോഴുണ്ട് അവൾക്ക് പുറകിലായി ഒരു ആൺകുട്ടി നിൽക്കുന്നു. അവൾ തിരിഞ്ഞു നോക്കിയപ്പോൾ അവിടെ ആരുമുണ്ടായിരുന്നില്ല. അവൾ വീണ്ടും കണ്ണാടിയിലേക്ക് നോക്കി. എന്നാൽ അവൻ അവിടെ തന്നെ ഉണ്ടായിരുന്നു. അവനൊന്നും സംസാരിക്കുന്നില്ല, വെറുതെ നോക്കി നിൽക്കുന്നു. അവൻ വളരെ ദുഃഖിതനാണെന്ന് അവൾക്ക് മനസ്സിലായി. ടിയ ചെറുതായി ഒന്ന് പേടിച്ചു. എന്നാൽ അവളുടെ ഉള്ളിൽ ചെറുതായി അവനെപ്പറ്റി അറിയാൻ ഒരു ആകാംക്ഷയുണ്ടായിരുന്നു. "നീ ആരാണ്?" അവൾ ചോദിച്ചു. എന്നാൽ അവൻ യാതൊരുവിധ ഉത്തരവും കൊടുത്തില്ല. ആ രാത്രി അങ്ങനെ കടന്നുപോയി. അടുത്ത രാത്രി അവൻ വീണ്ടും വന്നു. ഇത്തവണ അവൻ കൈ ഉയർത്തി അവളുടെ പുസ്തകങ്ങൾ അടുക്കി വെച്ച അലമാരയിലേക്ക് കൈ ചൂണ്ടി. ആ അലമാര ചെറുതായി ഒന്ന് തുറന്നു വന്നു. ടിയ അവിടെ ചെന്ന് ആ അലമാരയ്ക്കുള്ളിലേക്ക് നോക്കി. ഒന്നും കണ്ടില്ല. എന്നാൽ അലമാരയ്ക്ക് പുറകുഭാഗത്തായി ഒരു പൊടി പിടിച്ച ഒരു പഴയ തടിപ്പെട്ടി അവൾ കണ്ടു. അതിനുള്ളിൽ കത്തുകൾ ഉണ്ടായിരുന്നു, ചിത്രങ്ങൾ ഉണ്ടായിരുന്നു. ആ ബാലന്റെ ഒരു ഫോട്ടോയും ഉണ്ടായിരുന്നു. ആ ഫോട്ടോയിൽ ആ ബാലൻ ഒരു നായയുമായി പുഞ്ചിരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. ഫോട്ടോയുടെ പിന്നിൽ ഇങ്ങനെ എഴുതിയിരുന്നു: "എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ അർജുന്, എന്നും നിന്റെ സുഹൃത്ത് കബീർ." ടിയ ഫോട്ടോ അവളുടെ മാതാപിതാക്കൾക്ക് കാണിച്ചു കൊടുത്തു. അവർ അത്ഭുതപ്പെട്ടു. അവളുടെ അമ്മ ഇങ്ങനെ പറഞ്ഞു: "കബീർ, അവൻ ഇവിടെ താമസിച്ചിരുന്ന ഒരു കുട്ടിയായിരുന്നു. എന്നാൽ വർഷങ്ങൾക്ക് മുൻപ് അവൻ മരിച്ചുപോയി. എങ്ങനെയെന്ന് ആർക്കും അറിയില്ല." എന്നാൽ ആ രാത്രി കബീർ അവസാനമായി ഒന്നുകൂടെ പ്രത്യക്ഷപ്പെട്ടു ആ കണ്ണാടിയിൽ. ടിയ ആ ഫോട്ടോ അവന് കാണിച്ചു കൊടുത്തു. എന്നിട്ട് ചെറുതായി ഒന്ന് ചിരിച്ചു. എന്നിട്ട് അവൾ ഇങ്ങനെ പറഞ്ഞു: "നിന്റെ ഓർമ്മകൾ ഞാൻ കണ്ടെത്തി. നിന്നെ ആരും മറന്നിട്ടില്ല." അവൻ ഇങ്ങനെ പുഞ്ചിരിച്ചു, ചെറുതായൊന്ന്. പിന്നെ പതിയെ അപ്രത്യക്ഷനായി. കണ്ണാടി സാധാരണ നിലയിലേക്ക് മാറി. ആ ദിവസം മുതൽ ടിയ കബീറിൻ്റെ ഫോട്ടോ തൻ്റെ മേശപ്പുറത്ത് വെച്ചു. അത് ഭയം കൊണ്ടല്ല, ഒരിക്കലും ഓർമ്മിക്കപ്പെടാൻ ആഗ്രഹിക്കാത്ത ഒരു സുഹൃത്തിനെ കണ്ടെത്തിയതിൻ്റെ സന്തോഷത്താലായിരുന്നു.